Good evening, all. Actually, thank you for giving me an opportunity to speak during this online session. I thank the ISA branch, Malappuram branch, for giving me the opportunity. And the topic what was chosen is defibrillation. It's mainly the electrical therapy, and which includes the defibrillation and cardioversion. I think Jalil, you said that they are very comfortable with Malayalam. So better Malayalam, sir. Will be. ഈ ടോപ്പിക് നമ്മൾ എടുക്കാൻ കാരണം തന്നെ ഉള്ള റീസൺ ഇപ്പൊ ഇതിനകത്ത് ഡീഫിബ്രിലേഷൻ കാർഡിയോവേർഷന് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ തന്നെ പുറത്തും കാര്യമായിട്ട് നമുക്ക് ഇതില് നല്ലൊരു റോള് നമുക്ക് ചെയ്യാനതായിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഒരിക്കലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അത് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ എല്ലാവരും മടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്ന് എന്നുള്ള ഇതിന് അധികം അത് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും, രണ്ട് ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ മാത്രമാണ് ഇങ്ങനെയുള്ള ഇതിന്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ ഡീഫിബ്രിലേറ്റർ ഒരു ഹോസ്പിറ്റലില് നമ്മൾ വാങ്ങി വെക്കാൻ വെച്ചാൽ എത്ര പ്രാവശ്യം യൂസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല, പക്ഷെ ആ ഡീഫിബ്രിലേറ്റർ നമ്മൾ യൂസ് ചെയ്യേണ്ട നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു കോച്ചിങ്ങോ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസോ പഠിക്കാനായിട്ട് ഇതിലില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ക്ലാസ്സുകളെല്ലാം വരുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ ഇലക്ട്രിക്കൽ തെറാപ്പിയിൽ വരുന്നത്. ഞാൻ ഐ ഷെയർ മൈ സ്ലൈഡ്സ്. Yes, sir. Clear. Clear, no? ഓക്കെ, യു വുഡ് ഓൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഡീഫിബ്രിലേറ്ററും കാർഡിയോവേർട്ടും എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ പലപ്പോഴായിട്ട് ചിലപ്പോ ഓപ്പറേഷന്റെ ഇടയിലാവാം, അല്ലെങ്കിൽ ICUലുള്ള ഒരു പേഷ്യന്റെ ഇടയിലാവാം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡീഫിബ്രിലേഷനെ പറ്റിയും കാർഡിയോവേർഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഡീഫിബ്രിലേഷൻ നമ്മളിപ്പോ ഡീഫിബ്രിലേഷൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡീഫിബ്രിലേഷൻ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഡീഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഫിബ്രിലേഷൻ നിർത്തുക. അപ്പൊ എന്താണ് ഫിബ്രിലേഷൻ? ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് നോർമലി നമ്മൾ ബീറ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ മസിലും ഒരുമിച്ചാണ് കൺട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ താളം, നമ്മുടെ ഒരു റിതം, നമുക്കറിയാം അറിത്മിയാസ്. ആ റിതത്തിന് താളം തെറ്റുന്ന ഒരു അവസ്ഥയാണ് അറിത്മിയ. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഫിബ്രിലേഷനെ നിർത്തുക. നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റായ ഒരു ധാരണ, മിക്ക ആൾക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാ ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. അത് സത്യമായിട്ട് അത് അങ്ങനെയല്ല. അതെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അബ്നോർമൽ റിതം ഉണ്ട്, അതാണ് ഫിബ്രിലേഷൻ. ആ ഫിബ്രിലേഷനെ നിർത്തുക. അതെങ്ങനെ നിർത്തുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുമ്പോ ഹാർട്ടിനെ ഒരു സ്റ്റൺ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നിർത്തുക. ഇതിപ്പോ നിങ്ങൾ പണ്ട് കാലത്ത് ആൾക്കാർ ഇപ്പൊ നമ്മുടെ നമുക്ക് എക്കിട്ടൊക്കെ വരുമ്പോ അവർ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പേടിപ്പിക്കുകയോ എല്ലാം ചെയ്യും. അപ്പൊ പെട്ടെന്ന് അത് മാറിപ്പോവുകയാണ് ചെയ്യുക. അപ്പൊ അതേ സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ ഡീഫിബ്രിലേഷനിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിനെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കലല്ല. അത് ഹാർട്ടിനെ നിർത്തി ആ നോർമൽ പേസ് മേക്കറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം അത് റീസെറ്റ് ചെയ്യുക. അങ്ങനെ അത് നോർമലി കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നോർമൽ റിതത്തിലേക്ക് കൊണ്ടുവരുന്നത്.
അതാണ് ഡീഫിബ്രിലേഷൻ. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഫിബ്രിലേഷൻ ഉള്ള ഒരു ഇത്. ഇപ്പൊ ഈ ഫിബ്രിലേഷൻ ഉള്ള സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിബ്രിലേഷൻ, ഇപ്പൊ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കൺട്രാക്ട് ചെയ്യുന്നതിന് പകരം വിറയ്ക്കുക. അതിന് ഷിവറിങ് അല്ലെങ്കിൽ ക്വൈവർ എന്നുള്ള ഒരു വാക്കാണ് പേര്. അപ്പൊ എന്തുണ്ടാവും? ദർ ഇസ് നോ കാർഡിയക് ഔട്ട്പുട്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്തുക, അതാണ് വേണ്ടത്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികവും ഈ ഫിബ്രിലേഷന്റെ ഈ കാർഡിയക് അറസ്റ്റ്, ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായിട്ട് അധികവും ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത് 90% വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആവാം. ആ ഫിബ്രിലേഷനെ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു എയ്ഡിയോ ഡിഫിബ്രിലേറ്ററോ അടുത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷോക്ക് കൊടുക്കണം. അവർ പറയുന്ന ഓരോ മിനിറ്റും ഡിലേ ഉണ്ടാവുന്നത് നമ്മുടെ പേഷ്യന്റ് സർവൈവൽ ഡിക്രീസ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഓരോ മിനിറ്റിലും 10% അവരെ സർവൈവൽ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഡിഫിബ്രിലേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു കേസ് കാർഡിയക് അറസ്റ്റിൽ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുക മാത്രമല്ല, അതിന്റെ കൂടെ ഇത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ ഏറ്റവും വേഗത്തിൽ ചെയ്യണം. കാരണം സർവൈവൽ ഈസ് ഇമ്പോർട്ടന്റ്. ഇനി രണ്ടാമത് ഞാൻ ഇതിനകത്ത് എഴുതിക്കണം അൺസിങ്കർണൈസ്ഡ് ഷോക്ക്. അൺസിങ്കർണൈസ്ഡ് ഷോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൺസിങ്കർണൈസ്ഡ് എന്ന് പറയുമ്പോൾ വേറൊരു സിങ്കർണൈസ്ഡ് ഷോക്ക് വേറെയുണ്ട്. അപ്പൊ സിങ്കർണൈസ്ഡ് ഷോക്കും അൺസിങ്കർണൈസ്ഡ് ഷോക്ക്. ഇപ്പൊ ഡീഫിബ്രിലേഷൻ ഈസ് ആൻ അൺസിങ്കർണൈസ്ഡ് ഷോക്ക്. ഇപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഇതാണ്. നമ്മളിപ്പോ പി കാണാം, QRS കാണാം, T വേവ് കാണാം. അപ്പൊ ഇത് നോർമലായിട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ ഞാൻ ഷോക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ അൺസിങ്കർണൈസ് ഷോക്കാ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് ഈ കാർഡിയക് സൈക്കിളിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ വീഴാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയുടെ അവിടെ ആവാം, ആറിന്റെ അവിടെ ആവാം, ടിയുടെ അവിടെ ആവാം. അതാണ് അൺസിങ്കർണൈസ് ഷോക്ക്. സിങ്കർണൈസ് ഷോക്ക് അത് ഇനിയിട്ട് വരുന്നുണ്ട്. ആ സിങ്കർണൈസ് ഷോക്കിൽ നമ്മൾ ഏത് പോയിന്റിൽ സിങ്കർണൈസ് ചെയ്യുന്നു, യൂഷ്വലി അത് ആർ വേവിന്റെ അവിടെയാണ്, അവിടെ മാത്രമേ ഷോക്ക് വീഴുകയുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അൺസിങ്കർണൈസ് ഷോക്ക് ആൻഡ് സിങ്കർണൈസ് ഷോക്ക്. ഇപ്പൊ സിങ്കർണൈസ് ഷോക്ക്, അൺസിങ്കർണൈസ് ഷോക്ക്, ഡീഫിബ്രിലേഷൻ ഈസ് ആൻ അൺസിങ്കർണൈസ് ഷോക്ക്. അപ്പൊ അതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇത് ഏത് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് ത്രെറ്റനിങ് കാർഡിയക് അറിത്മിയസ്. നമ്മളൊരു കാർഡിയക് അറസ്റ്റിൽ വരുന്ന അറിത്മിയകൾ നമുക്ക് അറിയണം. ഇതാണ് നോർമൽ റിതം. ഞാൻ പിന്നെയും കാണിക്കുകയാണ്. ആ നോർമൽ ECG ആണ് കാണുന്നത്. PQRS എല്ലാം റെഗുലർ ആണ്. QRSകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും റെഗുലറാണ്. T റെഗുലറാണ്. T നോർമലായിട്ട് നിൽക്കുന്നു. STയിൽ ചേഞ്ച് ഒന്നുമില്ല. ഇനി വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഒരു ചെറിയൊരു കുട്ടിയുടെ കയ്യില് ഒരു ചോക്ക് കൊടുത്തിട്ട് ചുമരുമേ എഴുതാൻ പറയുന്ന അതുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ യാതൊരു മോർഫോളജി ഇല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫിബ്രിലേഷൻ ആണെന്ന് വെച്ചാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല, ഹാർട്ട് കിടന്ന് വിറയ്ക്കുകയാണ്. അതാണ് ഇതുപോലത്തെ ഒരു വേവ്. ദിസ് ഈസ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. രണ്ടാമത് ഒരു റിതം വരാൻ ചാൻസ് ഉള്ള വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. ഈ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോണോമോർഫിക് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. എല്ലാം ഒരേപോലെ പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എല്ലാം ഒരേപോലെ. ഇനി ഇത് നോക്കി കഴിഞ്ഞാലും ഇതേപോലെയാണ്. പക്ഷേ ഒരു കയറൊക്കെ പിരിയുന്ന പോലെ കുറച്ചു ഭാഗം മുകളിലേക്ക്, കുറച്ചു ഭാഗം താഴത്തേക്ക്, അങ്ങനെ. ദിസ് ഈസ് കോൾഡ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. അപ്പൊ മോണോമോർഫിക്കും മോണോമോർഫിക് ഇത് പൾസ്ലെസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കാർഡിയക് അറസ്റ്റിൽ പൾസ്ലെസ് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ ഡിഫിബ്രിലേഷൻ. ഇനി മൂന്നാമത് വരുന്ന റിതം ഈ കാർഡിയക് അറസ്റ്റിൽ വരുന്നത് ഇതെല്ലാം നോർമൽ പോലെയുണ്ട്, പക്ഷെ പൾസ് പിടിച്ചു നോക്കിയാൽ ഇല്ല. അതാണ് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നാലാമത് സിസ്റ്റോൾ സ്ട്രേറ്റ് ലൈൻ. ഇതില് ഏതാണ് ഷോക്കബിൾ? ഈ നാലെണ്ണാണ് കാർഡിയക് അറസ്റ്റിൽ വരുന്നത്. ഏതാണ് ഷോക്കബിൾ? ആദ്യത്തെ രണ്ടെണ്ണാണ് ഷോക്കബിൾ. അതെന്ന് വെച്ചാൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷനും വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. ആ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന് മാത്രമല്ല പൾസ്ലെസ് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. അപ്പൊ ഇത് രണ്ടും വേണമെങ്കിൽ ആവാം. മോണോമോർഫിക് ആവാം, പോളിമോർഫിക്. ഇത് രണ്ടിനുമാണ് നമ്മൾ ഡീഫിബ്രിലേഷൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഈ താഴെയുള്ള രണ്ടെണ്ണത്തിനും ഈസ് എ നോൺ ഷോക്കബിൾ റിതം.
So you are not going to give a shock. Instead of that, cardiac chest compression will be continued. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡീഫിബ്രിലേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ നോർമൽ ഹാർട്ട് റിതം റീസ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് ഡീഫിബ്രിലേറ്റർ. ഇനിയിപ്പോ ഇതിൽ പലതരമുണ്ട്. മാനുവൽ എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ, മാനുവൽ ഇന്റേണൽ ഡീഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത് മാനുവൽ ഡീഫിബ്രിലേറ്റർ. ഓക്കെ, മാനുവൽ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇതില് നമ്മൾ ഷോക്ക് നമുക്ക് കാണാം ഏതാ റിതം അതിൽ വരുന്നതെന്നുള്ളത്. ആ റിതം ഏതാ വരുന്നത് നോക്കിയിട്ട് നമ്മൾ ഷോക്കബിൾ ആണോ നോൺ ഷോക്കബിൾ ആണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് അത് ഷോക്കബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ജൂൾസ് ഇവർക്ക് കൊടുക്കണം, അതനുസരിച്ച് അത്രയും ജൂൾ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, നമ്മൾ പാഡിൽ എടുത്ത് വെച്ച് നമ്മൾ ഷോക്ക് കൊടുക്കുന്നു. ഇതാണ് മാനുവൽ. എല്ലാം നമ്മൾ തന്നെ ചെയ്യാണ്. നേരെ മറിച്ച് ഇത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഇപ്പൊ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഐഡന്റിഫൈ റിതം വിച്ച് നീഡ്സ് എ ഷോക്ക് ആൻഡ് ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് ഈസ് എ ഷോക്കബിൾ റിതം ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു വോയിസ് പ്രോംപ്റ്റ്സ് സേയിങ് ദാറ്റ് ഇറ്റ് ഈസ്. അത് തന്നെ പറയും ഇത് ഷോക്കബിൾ റിതമാണ്, ഷോക്ക് കൊടുക്കൂ എന്ന് നമ്മളോട് പറയും. അതാണ് ഓട്ടോമേറ്റഡ്. അപ്പൊ ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ അത് തന്നെ പറയും. ഷോക്ക് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഷോക്ക് കൊടുക്കുക. അത് എത്ര ജൂൾസാ പോകുന്നത് എന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട. ഇത് ഷോക്കബിൾ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട. എല്ലാം ഷോക്കബിൾ എന്നുള്ള ഒരു ഇതിൽ ഇത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദിസ് ഈസ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നേരത്തെ പറഞ്ഞത് മാനുവൽ ഡിഫിബ്രിലേറ്റർ. ഇനിയിപ്പോ ഈ മെഷീനിൽ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മാനുവൽ ഡിഫിബ്രിലേറ്റർ ആണ്, നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ AED ആണ്. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് മെഷീൻസ്. പിന്നെ ഇവിടെ തിരിച്ചാൽ പേസിംഗും കൂടി ഇതിൽ ചെയ്യണം. അപ്പോ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും നമ്മൾ കാണുന്ന ഡിഫിബ്രിലേറ്റർ. ഇപ്പൊ ഇത് ഇവിടെ തിരിച്ചു നോക്കാണ്ടില്ലേ, ഇവിടെ മാനുവൽ ഡിഫിബ്രിലേറ്റർ, ഇവിടെ AED, ഇവിടെ പേസർ. അപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മാനുവൽ. അപ്പൊ നമ്മൾ തന്നെ ഇത് ഹൃദയം ഏതാന്ന് കണ്ട് നമ്മൾ തന്നെ നോക്കി അതിനെ ഇത്ര ഷോക്ക് നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ ഷോക്ക് കൊടുക്കും. അതാണ് AED. അങ്ങനെയല്ല, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ആണ്. അത് നോക്കി പറയും ഇത് ഷോക്കബിൾ ആണ് നോൺ ഷോക്കബിൾ ആണ്, എന്നിട്ട് നമ്മുടെ അടുത്ത് ഷോക്ക് കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ ഷോക്ക് കൊടുക്കുക. അതാണ് AED. ഇനി ഈ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റ്സ്, ഇന്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹാർട്ട് സർജറിയിൽ ഹാർട്ടൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നതാണ് ഇന്റേണൽ ഡീഫിബ്രിലേറ്റർ. ഓക്കെ, ഇപ്പൊ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ശരിക്കും പറഞ്ഞ ഒരു നമ്മൾ പറയേണ്ട അടുക്കളയിലേക്കുള്ള ഒരു ചട്ടകം, വലിയ നീളത്തിലുള്ള 2 ചട്ടകം, അത് ഈ ഹാർട്ടിന്റെ 2 സൈഡിലും വെച്ച് ചെയ്യുന്നതാണ് ഇന്റേണൽ ഡീഫിബ്രിലേറ്റർ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കൂടുതൽ കറണ്ട് വേണം, ഇവിടെ വളരെ കുറഞ്ഞു. അപ്പൊ അവിടെ 360 കൊടുക്കുന്നിടത്ത് ഇവിടെ 20 ജൂൾസേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പടത്തില് നിങ്ങൾക്ക് കാണാം കാർഡിയാക് മസാജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാർഡിയാക് മസാജ് നടന്നിട്ട് ഇപ്പൊ കാണുന്നതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ചല്ല. ഇനി അവര് ഷോക്ക് കൊടുക്കണം. ഇന്റേണൽ പാഡ്സ് വെച്ചിട്ട് ഹാർട്ടിന് വെച്ചിട്ട് ഷോക്ക് കൊടുത്തതിന് ശേഷം ആ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ മാറി നോർമൽ റിതം ആയിട്ട് വരികയാണ്. അപ്പൊ ഇതാണ് ഇന്റേണൽ ഡിഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ സാർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫിബ്രിലേറ്ററിന്റെ ടൈപ്പ് ഏതാണെന്നറിയാം. ഇപ്പൊ 2 തരത്തിലുള്ള ടൈപ്പ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ്. അതില് ഒന്ന് മോണോഫേസിക്. ഈ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഒരു പാഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ പാഡിലേക്ക് മാത്രം ഒരു സൈഡിലെ ഡയറക്ഷനിൽ കറന്റ് ഫ്ലോസ് ഫ്രം വൺ ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് മോണോഫേസിക് defibrillator, and biphasic defibrillator is a current flows in 2 directions. But the amount of current which is needed to suppress an arrhythmia with a biphasic is less compared to monophasic. എന്ന് ഉദ്ദേശിച്ചാൽ ബൈഫേസിക്കില് 2 സൈഡിലേക്കും കറണ്ട് പോകുന്നത് കൊണ്ട് നമുക്ക് എത്ര കറണ്ട് ഉപയോഗിക്കണം എന്നുള്ളത്
മോണോഫേസിക്കിലും കുറവായിരിക്കും ബൈഫേസിക്കിൽ. വെച്ചാൽ രണ്ട് ഡയറക്ഷനിലും പോകുന്നുണ്ട്. മോണോഫേസിക് ഒരു ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് അതിന് കൂടുതൽ കറണ്ട് വേണ്ടി വരും. ഇപ്പോഴത്തെ എല്ലാ മോണിറ്ററുകളും ബൈഫേസിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്പയർ ടു മോണോഫേസിക്, ഫസ്റ്റ് ഷോക്ക് സക്സസ് റേറ്റ് ഇസ് 90%. വേറെ ഇൻ മോണോഫേസിക് ഇറ്റ് ഇസ് 60% ഉണ്ട്. പിന്നെ എന്താണ്, പെയിൻ ഉണ്ടാവും, ബേൺസ്, പവർ കൂടുതൽ ആവശ്യം വരുന്നു, ബാറ്ററിയുടെ ലൈഫ്. അപ്പൊ ഓൾ ദിസ് വെൻ യു സി ബൈഫേസിക് ബെറ്റർ. അപ്പൊ ബൈഫേസിക് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും കറണ്ട് ഫ്ലോ ചെയ്യാണ്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ട കറണ്ട് കുറവ് മതി ഒരു അറിത്മിയെ സപ്രസ് ചെയ്യാൻ. നേരെ മറിച്ച് മോണോഫേസിക്കിലാണെന്ന് നമ്മൾ കൂടുതൽ കറണ്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ ഫസ്റ്റ് ഷോക്ക് സക്സസ് റേറ്റ് ബൈഫേസിക്കിൽ നല്ല. അപ്പൊ ബൈഫേസിക്കിലാണ്. ഇനിയിപ്പോ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കണം, ഇത് മോണോഫേസിക് ആണോ ബൈഫേസിക് ആണോ. അപ്പൊ പണ്ട് മുതലുള്ള ഒരു ടെക്നിക്ക് ഇതാണ് മോണോഫേസിക്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും. BPLന്റെ പഴയ ഒരു മോണിറ്ററാണ്. ഇതിലെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ജൂൾസ് എത്രയാന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ 360 ജൂൾസ് മാക്സിമം. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് മാക്സിമം ജൂൾസ് വളരെ കൂടുതലായിട്ട് കാണുകയെന്ന് വെച്ചാൽ 360 കാണുക വെച്ചാൽ അത് മോണോഫേസിക് എന്ന് മനസ്സിലാക്കും. നേരെ മറിച്ച് ബൈഫേസിക്, ഇതൊരു ബൈഫേസിക് മോണിറ്ററാണ്. ബൈഫേസിക് ഇപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിനകത്ത് 200 വരെ കാണുള്ളൂ. അപ്പൊ ഇതായിരുന്നു ഒരു തരത്തില് നമുക്കിത് മനസ്സിലാക്കും. പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ നോക്കുമ്പോ ഇതൊരു മോണിറ്റർ കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ നോക്കുമ്പോ മാക്സിമം 270 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഈ യൂസ് ചെയ്യുന്ന ഡിഫിബ്രിലേറ്റർ നമ്മൾ ഫെമിലിയർ ആവണം. നമുക്ക് അറിയണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ഇതാണ്, അത് മോണോഫേസിക് ആണോ ബൈഫേസിക്കോ. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ടർ മാനുവലിൽ വായിച്ചു നോക്കി അത് മുമ്പേ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും ഇൻസ്ട്രക്ടർ മാനുവൽ ഇതിന്റെ കൂടെ ഇപ്പൊ ഈ ക്രാഷ് കാർട്ടമി ആയിരിക്കും ഇത് ഇരിക്കുന്നുണ്ടാവുക. ആ ഇൻസ്ട്രക്ടർ മാനുവൽ അതുമ്മ കെട്ടി തന്നെ വെക്കണം. നിങ്ങൾ ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അത് അറിയില്ലെങ്കിൽ അതവിടെ വെക്കണം. എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ അവര് പറയുന്ന റെക്കമെൻഡേഷൻ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പൊ മോണോഫേസിക് ഡിഫിബ്രിലർ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫിബ്രിലേഷന് 360 ബൈഫേസിക്കിനാണെന്ന് വെച്ചാലോ 200. ഇപ്പൊ ബൈഫേസിക്കിന് കുറവ് കറണ്ട് മതി, കാരണം രണ്ട് ഡയറക്ഷനിലേക്കും അത് പോകുന്നതുകൊണ്ട് മോണോഫേസിക്കിന് ഒരു ഡയറക്ഷനിൽ പോകാൻ പറ്റും. ഇനി ഉള്ള ഭാഗം ഡിഫിബ്രിലേഷനും ആ ഭാഗം പിന്നെയുള്ള പാഡിൽസ് ആണ്. ഇതിനാണ് പാഡിൽ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് ഷോക്ക് കൊടുക്കാം. ഈ പാഡിൽ വെച്ച് കൊടുക്കാം. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന പാഡിൽ വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഷോക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ട് കൊടുക്കുന്നു. പിന്നെ പാഡ്സ് വെച്ചും കൊടുക്കാം. ഇതാണ് പാഡ്സ് നിങ്ങൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ട് പാഡ്, പീഡിയാട്രിക് പാഡ്. ഒരു 8 വയസ്സിന് മുകളിൽ, 8 to 10 വയസ്സിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ട് പാഡ് കൊടുക്കുക. അല്ലെങ്കിൽ 20 to 25 kgs above അഡൽട്ട് പാഡ്. ലെസർ up to infants, neonates, you will have to do a child pad. ഇപ്പൊ ഈ ചൈൽഡ് പാഡ് ഇത് എവിടെയൊക്കെ വെക്കുന്നു ഇതുമ്പോ തന്നെ പടവും വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി നമ്മൾ വെക്കണ ആന്റീരിയോ ലാറ്ററൽ പൊസിഷൻ. ആന്റീരിയോ ലാറ്ററൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയത് ക്ലാവിക്കിളിന്റെ തൊട്ടടുത്തും സ്റ്റെർണത്തിന്റെ റൈറ്റ് സൈഡിലുമാണ് ഇത്. ഓക്കെ, ഒരു പാഡ് വെക്കണം. മറ്റേ പാഡ് വെക്കേണ്ടത് എവിടെ, നമ്മുടെ ആക്സിലയുടെ തൊട്ട് താഴെ. ഇപ്പൊ ഒരു നമ്മുടെ 5th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് അപ്പെക്സ് ബീറ്റ് വരുന്നത്. അപ്പൊ ഏതാണ്ട് ആക്സിലയുടെ കുറച്ച് താഴെയായിട്ട് മിഡ് ആക്സിലറി ലൈൻ, ഇത് മിഡ് ക്ലാവിക്കുലാറിന്. ഓക്കെ, അപ്പൊ ഇതാണ് യൂഷ്വൽ പൊസിഷൻ. ഇനി കുട്ടികളിൽ നമ്മൾ ആന്റീരിയോ പോസ്റ്റീരിയർ ആയിട്ട് വെക്കുന്നു. ആന്റീരിയോ പോസ്റ്റീരിയർ ആയിട്ട് വെക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റീരിയോ പോസ്റ്റീരിയർ ആയിട്ട് വെക്കുന്ന കുട്ടികളിൽ വെക്കുന്ന കാരണം, ചെറിയ കുട്ടിയാന്ന് വെച്ചാൽ ഈ രണ്ട് പാഡും നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ വെക്കുകയെന്ന് വെച്ചാൽ അത് രണ്ടും കൂട്ടിമുട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ കൂട്ടിമുട്ടിയാൽ കുഴപ്പമുണ്ടാവുന്നല്ല. നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഹാർട്ടിലേക്ക് പോകാതെ ഇതുങ്ങൾ ഈ രണ്ട് പാഡും തമ്മിൽ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കറണ്ട് അവിടേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികളിൽ ആന്റീരിയോ പോസ്റ്റീരിയർ വെക്കുന്നു, ആൻഡ് ഇൻ അഡൽട്സ് ആന്റീരിയോ ലാറ്ററൽ വെക്കുന്നു.
ഇനി ഇപ്പൊ പാഡ്സ് ആണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ളതും ഷോക്ക് കൊടുക്കാനുള്ള ബട്ടൺ മെഷീനുമെയാണ്. നേരെ മറിച്ച് പാഡിലാണ് ഉപയോഗിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ പിടിക്കുന്നതിന്റെ സൈഡിൽ നോക്കി യെല്ലോ ബട്ടൺ അതാണ് ചാർജ് ചെയ്യാനുള്ള ബട്ടൺ. അതും മെഷീനുമേയും നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷെ പാഡിൽ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ചാർജ് ചെയ്യാം. നേരെ മറിച്ച് ഷോക്ക് ബട്ടൺ രണ്ട് കൈമയുണ്ട്. ഇത് രണ്ട് തമ്പ് കൊണ്ടും നമ്മൾ ഇത് പ്രസ് ചെയ്യുന്നു. ഷോക്ക് ബട്ടൺ ചാർജ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയുണ്ട്. ഇത് മെഷീനിലും നമുക്കുണ്ട്. ഇനി സ്റ്റെപ്സ് ഓഫ് ഡീഫിബ്രിലേഷൻ, ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പവർ ഓൺ ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ച് ദ പാഡ്സ് ഓർ ദ പാഡിൽസ്, അത് എവിടെ വെക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആന്റീരിയോ ലാറ്ററൽ കുട്ടികളാന്ന് വെച്ചാൽ ആന്റീരിയോ പോസ്റ്റീരിയോ വെക്കുക. അപ്പൊ പാഡിൽസും ഇതും വെക്കുന്നു. പിന്നെ ക്ലിയർ ആൻഡ് അനലൈസ്. അപ്പൊ നമ്മൾ കാർഡിയക് അറസ്റ്റില് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെസ്റ്റ് കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ AED ആയാലും മാനുവൽ ഡിഫിബ്രിലേറ്ററിലായാലും ഇത് എന്ത് റിതമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നിർത്തണം. അതുകൊണ്ടാണ് ക്ലിയർ ആൻഡ് അനലൈസ്. അത് നിർത്തിയിട്ട് നമ്മൾ ഇത് അനലൈസ് ചെയ്ത് നോക്കണം. മോണിറ്റർ ഇത് എന്ത് റിതമാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഇത് പറയും, അത് ചെസ്റ്റ് മുകളിലേക്കും ഇതും താഴ്ക്കണ്ട. അപ്പൊ അത് പറയും ഇത് ഷോക്കബിൾ അല്ല. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ തുടരും, ചെസ്റ്റ് കംപ്രഷൻ നിർത്തണം. അതിനുശേഷം എനർജി ലെവൽ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മോണോഫേസിക്കിനും 360, ബൈഫേസിക്കിന് 200. അത് മാനുവൽ ഡിഫിബ്രിലേറ്റർ. AED എന്ന് വെച്ചാൽ അത് ഓട്ടോ സെലക്ട് ചെയ്യും, അത് തന്നെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യാൻ AED തന്നെ ചാർജ് ചെയ്യും. മറ്റത് നമ്മൾ ചാർജ് ചെയ്യണം. ആ ചാർജ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ പാഡിലിന് ഇവിടെ യെല്ലോ ബട്ടൺ കാണാം. ഇവിടെ മെഷീൻ പാഡ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ചാർജ് ഷോക്ക്. ആ ഷോക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യും. ക്ലിയർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് പലരും ധാരണ നമ്മുടെ മേത്ത് ഷോക്ക് അടിക്കുന്നതുകൊണ്ടാണ്. അതല്ല, നമ്മൾ അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ, പേഷ്യന്റിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തിൽ കൂടെ ഈ ഷോക്ക് പോയിട്ട് പേഷ്യന്റിന് കിട്ടാനുള്ള ഷോക്കിന്റെ അളവ് കുറഞ്ഞു പോകുന്നു. അതാണ് കാരണം. അതുകൊണ്ടാണ് ക്ലിയർ ആൻഡ് ഷോക്ക്. അപ്പൊ 4 ഇത് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് ഡീഫിബ്രിലേഷൻ: പവർ ഓൺ, അറ്റാച്ച് ദ പാഡ്സ് ഓർ പാഡിൽസ്, ക്ലിയർ ആൻഡ് അനലൈസ്, ക്ലിയർ ആൻഡ് ഷോക്ക്. ഇതാണ് ഇതിന്റെ 4. ഇതാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കിത് അറിയാത്തത് കൊണ്ടും ഇനി ഞാൻ ചെയ്താൽ ശരിയാവോ, മറ്റുള്ളവരെല്ലാവരും നോക്കി നിൽക്കല്ലേ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് പോയി തൊടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്റെ ഉദ്ദേശവും ഇത് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കണം. പുറത്തും നമ്മൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ ഇത് ചെയ്യണം. അത് ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഇനിയിപ്പോ ഇതൊരു വീഡിയോ ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നു, ഡീഫിബ്രിലേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഇതാണ്. ഇപ്പൊ ഇതില് ഇവിടെ ചാർജ് ഇവിടെയും ചെയ്യാം. പാനലിൽ ചാർജ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആന്റീരിയോ ലാറ്ററൽ പൊസിഷനിലേക്ക് വെക്കുന്നു. പിന്നെ ഷോക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ആ സമയത്ത് നോക്കി അവരൊക്കെ ക്ലിയർ, ഇവരൊന്നും തൊടാതെ നിൽക്കുകയാണ്. അപ്പൊ കറണ്ട് നേരിട്ട് പേഷ്യന്റ് പോകും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡീഫിബ്രിലേഷൻ യൂഷ്വൽ. അപ്പൊ അവരെന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി നിൽക്കാനാ പറയണേ. ഐ ആം ക്ലിയർ, യു ആർ ക്ലിയർ, എവരിബഡി ഈസ് ക്ലിയർ, ഐ എം ഗോയിങ് ടു ഷോക്ക്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ സെയിങ്. അപ്പൊ സ്റ്റെപ്സ് ഓഫ് ഡീഫിബ്രിലേഷൻ ഒന്നും കൂടി: പവർ ഓൺ, അറ്റാച്ച് ദ പാഡിൽസ്, ക്ലിയർ ആൻഡ് അനലൈസ്, ക്ലിയർ ആൻഡ് ഷോക്ക്. അപ്പൊ ഇതാണ് 4 സ്റ്റെപ്സ് ഓഫ് ഡീഫിബ്രിലേഷൻ. അപ്പൊ ദാറ്റ് എൻഡ്സ് ദ ഡീഫിബ്രിലേഷൻ. നൗ വിൽ ഗോ ടു കാർഡിയോവേർഷൻ. കാർഡിയോവേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഡെലിവറി ഓഫ് സിൻക്രണൈസ്ഡ് ഷോക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ ഡീഫിബ്രിലേഷൻ ഈസ് അൺസിൻക്രണൈസ്ഡ് ഷോക്ക്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസും ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറയാം. സിൻക്രണൈസ്ഡ് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് എവിടെ തട്ടണം എന്നുള്ള ഒരു ഭാഗം, എവിടെ വരും, അത് ഈ കാർഡിയക് സൈക്കിളിൽ എവിടെ വേണമെങ്കിലും ചെന്ന് വീഴാം. അൺസിൻക്രണൈസ്ഡ് ഷോക്ക്. ഇൻ സിൻക്രണൈസ്ഡ് ഷോക്ക് ഇറ്റ് ഈസ് നോട്ട്. ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻ അൺസ്റ്റേബിൾ ടാക്കിയാണ്. അപ്പൊ ഇത് ചോയ്സ്
കാർഡിയോവർഷൻ ആർക്കാ കൊടുക്കണേന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ടാക്കിക്. ഇപ്പൊ എന്താണ് ഈ അൺസ്റ്റേബിൾ എന്നുള്ളത് മനസ്സിലാക്കാം. അത് നമ്മള് ടാക്കിക്കാർഡിയ സിംറ്റംസ് ഉണ്ടോ, ടാക്കിക്കാർഡിയ ഉണ്ട്, സിംറ്റംസ് ഉണ്ടോ പേഷ്യന്റ്, അതെങ്ങനെ മനസ്സിലാക്കും? ഇതാണ് സിംറ്റംസ്. ഹൈപ്പോ ടെൻഷൻ ഉണ്ടോ, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാൻസ് ഡിമെൻഡിക് ആയിട്ടുള്ള പേഷ്യന്റ് ഒന്നും നമ്മൾ ഓൾട്ടേർഡ് മെന്റൽ എന്നല്ല, എക്യൂട്ട്ലി ഓൾട്ടേർഡ് സ്റ്റാറ്റസ്. അത് വരുമ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് അയാള് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ആയി, എക്യൂട്ട്ലി ഓൾട്ടേർഡ്. സൈൻസ് ഓഫ് ഷോക്ക്, വേർക്കുന്നു, പെരിഫറീസ് ഒക്കെ കോൾഡ്, ഇസ്കീമിക് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന, എക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ക്രബ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സിംറ്റമാറ്റിക് ആണ്. അപ്പൊ സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ, ഈ സിംറ്റംസ് ടെക്കിക്കാർഡിയ ഉണ്ട്. ടെക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹാർട്ട് ബീറ്റ് കൂടുക. ഒരു 100 മേലെ നമ്മൾ ടെക്കിക്കാർഡിയ പറയും. പക്ഷെ ഒരു 150 മേലെ വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യാണ്. ആ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. പിന്നെ ഇങ്ങനെ ഹാർട്ട് അടിക്കണമെങ്കിൽ ഓക്സിജൻ അത്രയും ഡെലിവറി ഉണ്ടാവണം. ആ ഓക്സിജൻ ഡെലിവറി ഇല്ലെങ്കിൽ ഹൈപ്പോക്സിയ വരാം. അങ്ങനത്തെ പല ഇതുകൾ. അപ്പൊ സിംറ്റംസ് ഉണ്ടോ ഇല്ല, ഈ സിംറ്റംസ് ഇല്ലെങ്കിൽ യു കോൾ ദം സ്റ്റേബിൾ ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഈ ടാക്കിക്കാർഡിയ കൊണ്ട് സിംറ്റംസ് ഒന്നുമില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൺസർവേറ്റീവ് മെഡിക്കൽ മാനേജർ മെഡിക്കേഷൻ ആണ് കൊടുക്കുക, ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് ടെക്കിക്കാർഡിയ, ടെക്കിഅറിത്മിയസ്. അപ്പൊ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അഡിനോസിൻ കൊടുക്കുന്നത് SVT, സൂപ്രാവെൻട്രിക്കൽ ടെക്കിക്കാർഡിയക്ക് നമ്മൾ അഡിനോസിൻ കൊടുക്കും. മോണോമോർഫിക് VTക്ക് നമ്മൾ ആമിഡോറോൺ കൊടുക്കും. അതാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്. ഇനി സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിനൊക്കെ അൺസ്റ്റേബിൾ എന്ന് പറയും. ഓൾ അൺസ്റ്റേബിൾ പേഷ്യന്റ് യു ഗീവ് കാർഡിയോവർഷൻ. ഇതാണ് അതിൻ്റെ. അപ്പൊ ആർക്കാണ് കാർഡിയോവർഷൻ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്കിക്കാർഡിയ ഉള്ള ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ യു കോൾ ദം അൺസ്റ്റേബിൾ ആൻഡ് യു ഗീവ് കാർഡിയോവർഷൻ. ഇവർക്ക് സിംറ്റംസ് ഇല്ല, യു കോൾ ദം സ്റ്റേബിൾ, അവർക്ക് ഡ്രഗ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ കാർഡിയോവർഷൻ ഈസ് ഗിവൻ ഇൻ പേഷ്യൻസ് ഹു ആർ അൺസ്റ്റേബിൾ. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സെൻസർ ഉപയോഗിക്കുകയാണ് ടു ഡെലിവർ ദ ഷോക്ക്. അപ്പൊ അത് എവിടെ സിൻക്രണൈസ് വിത്ത് പീക്ക് ഓഫ് QRS, R വേവിന്റെ അറ്റത്താണ് അതിന്റെ സിൻക്രണൈസേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോ നോർമൽ. ഇപ്പൊ ഞാൻ സിൻക്രണൈസ് ഷോക്ക് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വീഴാം. പക്ഷെ സിൻക്രണൈസ് ഷോക്കിന് ഒരു സിങ്ക് ബട്ടൺ ഉണ്ട്. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ആർ വേവിന്റെ മുകളിലൊക്കെ ഒരു പോയിന്റർ കണ്ട. ഇനി നമ്മൾ ഷോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ വീഴൂ. ഇത് എന്തുകൊണ്ടാണ് സിൻക്രണൈസ്ഡ് ആക്കുന്നത്, എന്തുകൊണ്ടാണ് സിൻക്രണൈസ്ഡ് കൊടുത്തുകൂടാ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോ എനർജി ഷോക്കാണ്. ആ ലോ എനർജി ഷോക്ക് ഈ ടീലെങ്ങാനും, ഇതാണ് റീപോളറൈസേഷൻ ഭാഗം, ഈ ടീലെങ്ങാനും വീണാൽ അത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ലോ എനർജി ഷോക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സിൻക്രണൈസ് ചെയ്തിട്ടാണ് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പേഷ്യന്റ് ഒക്കെ കോൺഷ്യസ് ആയിരിക്കും. ഈ അൺസ്റ്റേബിൾ ആണ്, കോൺഷ്യസ് ആണ്, ഓൾട്ടേർഡ് സെൻസോറി എന്നുള്ളൂ. അപ്പൊ അവർക്ക് വേദന ഉണ്ടാവാം. അപ്പൊ ഈ ഷോക്ക് ലോ എനർജി ഷോക്കാണ് കൊടുക്കുക. ഇനി എന്താ കാര്യം, ഇനി അടുത്തത് പറയുന്നത് ദർ വിൽ ബി ഓൾവേസ് ഇൻ ഡിലേ ഇൻ ഡെലിവറിങ് ദ ഷോക്ക്. നമ്മൾ ഡീഫിബ്രിലേറ്റർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, അത് പ്രസ് ചെയ്ത ഉടനെ ഷോക്ക് പോകും. പക്ഷെ കാർഡിയോവർഷൻ അങ്ങനെ പോവില്ല. നമ്മളത് കുറച്ചു നേരം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷോക്ക് ഡെലിവറി. കാരണം ഇതിന് R വേവ് മനസ്സിലാവണം. ആ മനസ്സിലാവാൻ മൾട്ടിപ്പിൾ കോംപ്ലക്സസ് ഹാവ് ടു ബി ഓവർ. അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏതാണ് ആർന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ മെഷീന്റെ ഒരു ടൈമാണ് പറയുന്നത്. ആ മെഷീന് മനസ്സിലാവണം ഇതാണ് R വേവ്, അവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ ഒരു സമയം എടുക്കും. നേരെ മറിച്ച് defibrillation, unsynchronized shock, it will be delivered immediately. And synchronized shock, it will take few seconds to analyze the R wave and then. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാർഡിയോവർഷൻ ഉപയോഗിക്കുമ്പോൾ ആ മെഷീൻ കേടാന്ന് വിചാരിക്കും. ഞാൻ പണ്ട് അങ്ങനെ
വർക്ക് ചെയ്ത കാലത്ത് ഇതുപോലെ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് തെറ്റായ ഒരു ഇതാണ്. നമ്മളെപ്പോഴും നമ്മൾ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇത് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് വളരെ ഇതായിട്ട് പറഞ്ഞത്. there will be always a delay in delivering the shop. So don't think that machine has some problem. It is because it is analyzing the RWs. ഈ കൊടുക്കുന്നതൊക്കെ ലോ എനർജി ഷോക്കാണ്. ഈ ലോ എനർജി ഷോക്ക് എങ്ങാനും ടീല് വീഴുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it can cause ventricular fibrillation. So prevent delivery of shock during repolarization. അപ്പൊ ആ റീപോളറൈസേഷൻ എന്ന് പറയുന്നത് ടി വേവ് ആണ്. അപ്പൊ അവിടെ വീഴാതെ ആർ വേവിലേക്ക് വീഴാനാണ് നമ്മൾ സിൻക്രണൈസ് ഷോക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന റിതംസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നോർമൽ റിതം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, പി ക്യു ആർ എസ് റെഗുലർ ആയിട്ട് പോകുന്നു. ക്യു ആർ എസ് നേരമാണ്. ഓക്കെ, എല്ലാം റെഗുലർ ആയിട്ട് വരുന്നു. പി റെഗുലർ ആയിട്ട് വരുന്നു, ടി റെഗുലർ ആയിട്ട് വരുന്നു, ക്യു ആർ എസ് റെഗുലർ. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഇനി ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു ആർ എസ് റെഗുലർ അല്ല. ഇവിടെ ഇത്രയും ഗ്യാപ്പ്, ഇവിടെ ചെറിയ ഗ്യാപ്പ്. സോ ഇറ്റ് ഈസ് ഇറഗുലർ. അപ്പൊ ഇത് റെഗുലർലി ഇറഗുലർ ആണോ എന്ന് ചോദിച്ചാൽ റെഗുലർലി ഇറഗുലർ അല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് റെഗുലർ വരുന്നത്. ഇനി ഈ പി വേവിന്റെ ഭാഗം നോക്കി, ഇത് മുഴുവൻ ഇങ്ങനെ കിടന്ന് വരയ്ക്കുന്നതാണ്. നേരത്തെ ഞാൻ വരയ്ക്കുന്നത് കാണിച്ച വെൻട്രിക്കിളാണ്. ഇത് ഏട്രിയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇത് ഏട്രിയൽ ഫിബ്രിലേഷൻ. ഇങ്ങനെയാണ് ഡയഗ്നോസിസ്. എ ഫിബ്രിലേറ്ററി വേവ്സ് വാസ് സീൻ ഹിയർ. വി കനോട്ട് ഡിഫറൻഷിയേറ്റ് പി ഏതാ ടി ഏതാ. സോ ദിസ് ഈസ് ഏട്രിയൽ ഫിബ്രിലേഷൻ. Okay, hope it is clear. This is irregular rhythm. QRS is narrow, but irregularly irregular. So it is atrial fibrillation. ഇനി കാണുന്ന സാധനമാണ് ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറയും. ഇതിൽ നോക്കിയാൽ QRS ഇത് റെഗുലർ ആവാൻ നേരമാണ്. ഇവിടെ താഴെ നോക്കിയാൽ ഈ അരക്കവാളില്ലേ, സോ അതുപോലെ ഉണ്ട് അതിന്റെ അറ്റങ്ങൾ കണ്ട. അപ്പൊ ദിസ് ഇസ് കോൾഡ് ഏട്രിയൽ ഫ്ലട്ടർ. സോ ടൂത്ത് വേവ് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ടൂത്ത് വേവ്. ഓക്കെ, ഇത് സൂപ്രാവെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. അപ്പൊ ഇതില് പി കാണില്ല, ക്യു ആർ എസ് ഒന്നും കാണില്ല. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നത്. 216 ഇതിന്റെ റേറ്റ്. ഇനി ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വെൻട്രിക്കുലർ അറിത്മിയ അല്ല. ഇതെല്ലാം ഏട്രിയൽ അല്ലെങ്കിൽ സൂപ്രാവെൻട്രിക്കുലർ. എങ്ങനെ മനസ്സിലാവും? എല്ലാത്തിനും ക്യു ആർ എസ് നേരമാണ്. അപ്പോ ആദ്യം കാണുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇത് ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് സൂപ്രാവെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. ഇപ്പൊ ഞാൻ ഇതിന്ന് ഒരു പോയിന്റ് പറഞ്ഞു, എല്ലാ സൂപ്രാവെൻട്രിക്കുലർ അറിത്മിയയ്ക്കും ക്യു ആർ എസ് വിൽ ബി നാരോ. ഇനി നമ്മൾ നോക്കേണ്ടത് വെൻട്രിക്കുലർ അറിത്മിയാസ്. വെൻട്രിക്കുലർ അറിത്മിയാസ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ? ക്യു ആർ എസ് നേരമാണോ? അല്ല, ക്യു ആർ എസ് ഇസ് വൈഡൻ. പക്ഷെ അത് റെഗുലർ ആണ്, ഒരേ ഷേപ്പ്. അപ്പൊ അതിന് നമ്മൾ പറയും, എന്ത് പറയും? മോണോമോർഫിക് ബീറ്റി എന്ന് പറയും. പോളിമോർഫിക് ബീറ്റി വൈഡാണ് ക്യു ആർ എസ്, പക്ഷെ ഇറഗുലർ ആണ്. സോ മോണോമോർഫിക് ബീറ്റി ആൻഡ് പോളി. ഈ പോളിമോർഫിക് ബീറ്റി ഒരിക്കലും പൾസ് ഉണ്ടാവില്ല. ആ പോളിമോർഫിക് ബീറ്റിക്ക് നമ്മളെപ്പോഴും ഡീഫിബ്രിലേഷൻ ആണ് ആ ഒരു കണ്ടീഷൻ. മോണോമോർഫിക് ബീറ്റി വേണമെങ്കിൽ പൾസ്ലെസ് ആയിട്ട് വരാം, പൾസ് ആയിട്ട് വരാം. അപ്പൊ നമ്മള് കാർഡിയോവർഷൻ കൊടുക്കേണ്ടത് മോണോമോർഫിക് ബീറ്റി when there is a pulse. When there is not a pulse, it becomes the കാർഡിയോവർഷൻ. പൾസ് ഉണ്ടെങ്കിൽ കാർഡിയോവർഷൻ, പൾസ് ഇല്ലെങ്കിൽ ഡീഫിബ്രിലേഷൻ. ഇനി ഇതിപ്പോ ഞാൻ ഒന്നും കൂടിയും ഇത് കാണിക്കുന്നു. നമ്മൾ അൺസ്റ്റേബിളിനാണ് കാർഡിയോവർഷൻ കൊടുക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അൺസ്റ്റേബിൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു. ഇനിയിപ്പോ മെഷീൻ എടുക്കുക. ഇനി എന്തൊക്കെ വേണം? മെഷീൻ റെഡിയാക്കി, മെഷീൻ ഓഫ് പൊസിഷനിലാണ് കിടക്കേണ്ടത്. അത് മോണിറ്ററിന്റെ അവിടേക്ക് മാറ്റണം. ഇനി ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട്, കൺസെന്റ്, ക്രാഷ് കാറ്റ്, സെഡേഷൻ. 3 സീകളാണ്. കൺസെന്റ്, ക്രാഷ് കാറ്റ്, കൺസിഡർ, സെഡേഷൻ. അപ്പൊ ബാക്കി 2 ഞാൻ പറഞ്ഞു. കൺസെന്റ് എടുക്കണം. പേഷ്യന്റ് ഈസ് അവേ. പേഷ്യന്റിനോട് പറയുന്ന ഒരു ചെറിയൊരു ഷോക്ക് നമ്മൾ തരാൻ പോവാണ്. ചെറുതായിട്ട് വേദനിക്കും, അതിനുള്ള ഒരു മരുന്ന് നമ്മൾ തരുന്നുണ്ട്. അത് അയാൾ അറിഞ്ഞിരിക്കും. ക്രാഷ് കാട്ട് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷത്തിലും ഇത് ഫിബ്രിലേഷൻ ഒക്കെ അടിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ
തരത്തിലുള്ള എമർജൻസി സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ക്രാഷ് കാർഡ് ഷുഡ് ബി ദർ. തേർഡ് ഈസ് കൺസിഡർ സെഡേഷൻ. ഞാൻ ഇവിടെ സെഡേഷൻ എന്നല്ല എഴുതിയത്, കൺസിഡർ സെഡേഷൻ. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടോ എല്ലാം സി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കൺസിഡർ സെഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റ് ഞാൻ നേരത്തെ പറഞ്ഞു അക്യൂട്ട്ലി ഓൾട്ടർഡ് സെൻസോറിയം, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ സെഡേഷൻ കൊടുത്ത് അത് ഫർദർ ഡിറ്റോറിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ടൈട്രേറ്റ് ദ സെഡേഷൻ. ഈ സെഡേഷൻ എന്താ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെൻസോഡൈസെപിൻ, മിഡാസോളം, ടൈട്രേറ്റ്. അതുകൊണ്ട് 1 milligram ആദ്യം എടുത്ത് കൊടുക്കല്ല, ഒരു 0.5 വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കി. ദെൻ യു ആർ ഇൻക്രീസിങ് നോട്ട് മോർ ദാൻ 1. ഫെൻഡാനിൽ 10 microgram, 20 microgram, അങ്ങനെ അത് ഒരു കാരണം ഈ പേഷ്യന്റിന് വേദന ഉണ്ടാവും. അതാണ് മനസ്സിലായത്. നമ്മുടെ ദേഹത്ത് ഇതേപോലെ ഒരു ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് വേദനയുള്ള കാര്യം. അപ്പൊ വൈ കൺസിഡറിന് എഴുതിയിരിക്കുന്നത് ഈ പേഷ്യന്റ് ഒക്കെ ഹൈപ്പർ ടെൻഷനിലേക്ക് പോവാം, ഇതെല്ലാം കൊടുത്തതിന് ശേഷം ചിലപ്പോൾ സെൻസോറിയം മോശമായി പോവാം. അതുകൊണ്ട് യു ഹാവ് ടു ടൈട്രേറ്റ് ദ സെഡേഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടേൺ ഓൺ ദ മോണിറ്റർ. ടേൺ ഓൺ ദ മോണിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഈ കാണുന്ന ഓഫ് പൊസിഷനിലേക്ക് മോണിറ്ററിന്റെ ഭാഗത്തേക്ക്, അപ്പൊ അതാണ് ഇപ്പൊ കാണുന്നത്. മോണിറ്ററിന്റെ ഭാഗത്തേക്ക് നമ്മൾ വെച്ചു. ഇനി അടുത്ത അറ്റാച്ച് മോണിറ്റർ ലീഡ്സ് ഫോർ ഡിസ്പ്ലേ ഓഫ് ദ റിതം. അപ്പൊ നമ്മൾ അറ്റാച്ച് ചെയ്തു, മോണിറ്റർ ലീഡ്സ് വെച്ചു, നമ്മൾ റിതം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കാണാം, റിതം കാണാം. ഇതിപ്പോ മെഷീന്റെ ഒരു റിതമാണ് കാണിച്ചിരുന്നത്. സപ്പോസ് യു തിങ്ക് ഇറ്റ് ഈസ് ആൻ ഏട്രിയൽ ഫിബ്രിലേഷൻ. പൊസിഷൻ ദി അഡ്ഹസീവ് പാഡ്സ്. പാഡ്സ് നമ്മൾ ഒട്ടിച്ചു വെക്കണം. പാഡ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഡിൽസ്. നമ്മൾ നോക്കാം ആന്റിരിയർ ലാറ്ററൽ പ്ലേസ്മെന്റ് ഓഫ് പാഡ്സ് ആൻഡ് പാഡ്സ്. രണ്ടും നമുക്ക് അറിയാം. പാഡ്സ് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ വെച്ചതിന് ശേഷം പ്രസ് ദ സിങ്ക് ബട്ടൺ. അപ്പോഴാണ് നമുക്ക് സിങ്കർണൈസ് ബട്ടൺ. അതെവിടെയാ? ഈ മെഷീനിൽ കണ്ട സിങ്ക് ബട്ടൺ. ഇതിലിപ്പോ സിങ്ക് ബട്ടൺ അമർത്തിയിട്ടില്ല. ഇനി അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സിങ്ക് ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നടക്കുക? യു ലുക്ക് ഫോർ ദ മാർക്കേഴ്സ് ഓൺ ദ ആർവേവ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിങ്കർണൈസ്ഡ് ആയി എന്ന് മനസ്സിലാക്കാം. അത് സിങ്കർണൈസ് ചെയ്യുന്നു. ഇനിയുള്ള സ്റ്റെപ്പ് നമ്മൾ എത്ര എനർജി കൊടുക്കും. അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മോണോഫേസിക് കൊടുക്കുമ്പോൾ കുറവും കൂടുതലും, ബൈഫേസിക് കുറവാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ. ഇതെല്ലാം നമ്മള് പെട്ടെന്ന് ഇത് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മയിൽ വരണം. നമ്മൾ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ നമുക്കത് ഒരു ഇതിലേക്കൂടെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത്രയും സാധനങ്ങൾ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ SVTക്കും ഫ്ലട്ടറിനാണ് ഏറ്റവും കുറവ് കറണ്ട് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക 50 to 100. ഏറ്റവും ഫ്ലട്ടർ ആയാലും SVT ആയാലും സ്റ്റാർട്ട് വിത്ത് 50. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ടു 100. ഇതിന്റെ നടുവിൽ നിൽക്കുന്നതാണ് മോണോമോർഫിക് BT. അതിന് 100. ഇത് ഏട്രിയൽ ഫിബ്രിലേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് 120 to 200. ഇപ്പൊ മോണോഫേസിക് വെച്ചാൽ 200, ബൈഫേസിക് വെച്ചാൽ 120 എന്ന് തുടങ്ങി 200. ഇപ്പൊ എളുപ്പമല്ലേ ഈ സാധനം? ഏറ്റവും കുറവ് ഏതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SVT to flutter 50 to 100. മോണോമോർഫിക് BT 100. ഏട്രിയൽ ഫിബ്രിലേഷൻ ഈസ് 120 to 200. അപ്പൊ അത്രയും എളുപ്പമായിട്ട് നമ്മൾ ഇത് എന്തിനാണ് ഇത് പഠിച്ചു വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ട സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഇതില്ലാതെ ഇത് വരണം. മോണോമോർഫിക് BT ഞാൻ കൊടുക്കേണ്ടത് 100 അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് എത്രയാണെന്നുള്ള അടുത്ത ആളോട് ചോദിച്ച് അവർ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും കഴിഞ്ഞു. സോ ഇറ്റ് ഷുഡ് കം. അപ്പൊ അതിന് മുമ്പേ ഇത് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയണം, SVT ഫ്ലട്ടറിന് ഏറ്റവും കുറവ്, മോണോമോർഫിക് BT അതിന്റെ ഇടയിൽ, ഏട്രിയൽ ഫിബ്രിലേഷൻ ഏറ്റവും കുറവ്. So it is 120 to 200 for atrial fibrillation. Monomorphic BT is 100 joules and SVT and flutter it is 50 to 100. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം പ്രസ് ചാർജ് ബട്ടൺ ആഫ്റ്റർ അലേർട്ടിംഗ് ദ ടീം മെമ്പേഴ്സ്. അതായത് ഞാൻ ചാർജ് ചെയ്യാൻ പോവാണെന്ന് പറയാം. ചാർജ് നമ്മുടെ പാഡ്സ് ഒട്ടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ ചാർജ് ചെയ്യുക. പാഡിൽസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡ് പാഡിലിന് ഇവിടെ യെല്ലോ ബട്ടൺ കാണുന്നു, ഇതാണ് ചാർജ് ചെയ്യാവുന്നത്. ഇതിന് ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മെഷീനിങ് ചെയ്യാം. അപ്പൊ വൺസ് ചാർജ് പ്രസ് ദ ഷോക്ക് ബട്ടൺ ആഫ്റ്റർ അലേർട്ടിങ്. ഞാൻ ഷോക്ക് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ 2 ബട്ടൺ പാഡിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. മെഷീനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് ബട്ടൺ ഉപയോഗിക്കുക.
ഓക്കെ, അത് കൊടുത്തതിന് ശേഷം ചെക്ക് മോണിറ്റർ ഇഫ് ടെക്കിക്കാർഡിയ പേഴ്സസ് യു ഹാവ് ടു റിപ്പീറ്റ്. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് ഓഫ് നമ്മുടെ ഡീഫിബ്രിലേഷൻ അല്ല കാർഡിയോവേഷൻ. ഇനി ഞാൻ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇതേപോലെ ഒരു മാനിക്കലിനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാഡ്സ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. മോണിറ്ററിലേക്ക് അത് കണക്ട് ചെയ്യാണ്. മോണിറ്റർ കണക്ട് ചെയ്യുമ്പോൾ മോണിറ്ററിൽ കാണാം. മോണിറ്റർ ഓഫിൽ നിന്ന് മോണിറ്ററിലേക്ക് ഓൺ ആക്കി. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. നിങ്ങൾ ഈ കാണുന്ന സാധനം ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ്. നിങ്ങൾക്ക് ഫിബ്രിലേറ്ററി വേവ്സ് ആണ് ഇറഗുലർ ക്യൂആർസ്. ഇപ്പൊ സിങ്ക് ബട്ടൺ അമർത്തി നോക്കുമ്പോ അവിടെയൊക്കെ കുത്തുവരും. സിങ്ക് അമർത്തി. ഇനി ഇയാളത് ചാർജ് ചെയ്യാണ്. ഇയാൾ ആദ്യം സെലക്ട് ചെയ്തേക്കണ 120. ഞാൻ നേരത്തെ പറഞ്ഞു ബൈഫേസിക് മോണിറ്റർ 120 to 200. അപ്പൊ അയാള് അത് 200 ആയിട്ട് കൂട്ടി. ഇവിടെ നിങ്ങൾ നോക്കാം, 200 ആയി കൂട്ടിയതിന് ശേഷം അത് ചാർജ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ചാർജ്. ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിങ്ക് 200 joules റെഡി ഫോർ ബൈഫേസിക്. അത് റെഡിയാണ്. ഉടനെ ഷോക്ക് പറഞ്ഞതിന് ശേഷം കൊടുത്തതിന് ശേഷം അത് റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റെഗുലർ റിതം. ഓക്കെ, അപ്പൊ അതാണ് കാർഡിയോവേർഷൻ. ഇപ്പൊ കാർഡിയോവേർഷനിൽ നിങ്ങൾ കണ്ടു അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വേണം. നമ്മുടെ ഓരോ സ്റ്റെപ്പ് ഇതിനകത്ത് വരുന്നത് കൺസെന്റ്, ക്രാഷ് കാർട്ട്, സെഡേഷൻ ആണ് ആദ്യം നോക്കണേ. പിന്നെ മോണിറ്റർ നോക്കണം. പിന്നെ അറ്റാച്ച് മോണിറ്റർ ലീഡ്സ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് ദ റിതം. പിന്നെ പാഡ്സ് ഇത് വെക്കുക. അങ്ങനെ പാഡിൽ പ്രസ് ദ സിങ്ക് ബട്ടൺ. അതെവിടെയാണെന്ന് പറയാം. സിങ്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കേഴ്സ് ഓൺ ദ ആർ വേവ് കാണാം. അത് കഴിഞ്ഞിട്ട് എനർജി സെലക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തതിന് ശേഷം അലേർട്ട് ചെയ്യണം, ഞാൻ ചാർജ് ചെയ്യാണ്. അത് എവിടെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് അതുപോലെ പറഞ്ഞു തന്ന പോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഷോക്ക് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഇത്. അപ്പൊ ദാറ്റ് ഫിനിഷസ് ദ ഡീഫിബ്രിലേഷൻ ആൻഡ് കാർഡിയോവേർഷൻ. ഇതിൽ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡീഫിബ്രിലേഷൻ ഈസ് ഡെലിവറി ഓഫ് ഹൈ എനർജി അൺസിൻക്രണൈസേഷൻ. ഇപ്പൊ ഡീഫിബ്രിലേഷൻ അൺസിൻക്രണൈസേഷൻ. ഇതിൽ ഏതിനായിരിക്കും ട്രീറ്റ്മെന്റ് ഓഫ് കാർഡിയക് അറസ്റ്റ്? അതിനകത്ത് ട്രീറ്റ്മെന്റ് ഓഫ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ പാർസിലിറ്റി. കാർഡിയോവേർഷൻ ലോ എനർജി ഷോക്കാണ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അൺസ്റ്റേബിൾ ടെക്കികാർഡിയ. അൺസ്റ്റേബിൾ ടെക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ടെക്കികാർഡിയ കൊണ്ട് ഉണ്ടാവുന്ന സിംറ്റംസ്. അത് നേരത്തെ പറഞ്ഞ ഹൈപ്പോടെൻഷൻ ആവാം, acutely altered സെൻസോറിയം ആവാം, അതുപോലെ തന്നെ സൈൻസ് ഓഫ് ഷോക്ക് ആവാം, acute ischemic chest pain, വേദന, ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ സൈൻസ് ഓഫ് ഫെയിലിയർ, രണ്ട് സൈഡിലും ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ കർപ്പിറ്റേഷൻ വരും. ഇങ്ങനത്തെ കണ്ടീഷനിൽ കാർഡിയോവേർഷൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് അൺസ്റ്റേബിൾ. ഇഫ് ഇറ്റ് ഈസ് സ്റ്റേബിൾ മെഡിക്കേഷൻസ്, ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് യുവർ മെഷീൻ ആൻഡ് കീപ് ദ ഇൻസ്ട്രക്ടർ മാനുവൽ ഓൾവേസ് ഹാൻഡി. ഈ ഇതില് ബൈ എൻഡ് ഓഫ് ദിസ് ക്ലാസ് ഇത് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. പക്ഷേ എനിക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനിയുള്ള ഇതിലൊരു ചാൻസ് വരുമ്പോൾ മുന്നോട്ട് വന്ന് ഇത് ചെയ്യണം. പലരും ഇത് പുറകോട്ട് നിൽക്കും. കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കും ദ സേവിയർ. ഓക്കെ, ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞു തന്നത് നിങ്ങൾ പോയി നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഇതിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല ആൾക്കാരുണ്ടാവും. അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇത് എല്ലാവരിലേക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് വന്ന് അത് ചെയ്യണം, എല്ലാവരും രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിലായിരിക്കണം. താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു express my knowledge and talk to you. Thank you very much, all the organizers. If you have any questions, you can ask.